വിവാഹേതര ബന്ധം ഇന്നത്തെ കാലത്ത് ഇന്ന് ഇപ്പോൾ വളരെയധികം ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമാണ് വിവാഹേതര ബന്ധം. അതായത് നമ്മുടെ പങ്കാളികൾ വേറെ റിലേഷനിൽ ഏർപ്പെടുന്നത്. അതിപ്പോൾ ഒരു സാധാരണ സംഭവം പോലെ ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. വിവാഹേതര ബന്ധം എന്ന് പറയുമ്പോൾ അത് നല്ല രീതിയിൽ നല്ല സുഹൃത്തുക്കളായിട്ട് ഒരു മെയിലിനെ ഒരു ഫീമെയിലിനെ ഫ്രണ്ടാക്കാം, അതുപോലെ തന്നെ തിരിച്ചു ആവാം. ചില സാഹചര്യങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചിലപ്പോൾ ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഭാര്യയോ അല്ലെങ്കിൽ ഭാര്യ ആഗ്രഹിക്കുന്ന രീതിയിൽ ഭർത്താവോ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഭർത്താവിനെ മനസ്സിലാക്കാൻ പരസ്പരം മനസ്സിലാക്കാൻ ഭാര്യയും ഭർത്താവുമാണ് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളൊക്കെ ആയിട്ടുണ്ട്, ഒരുപാട് വർഷത്തെ പരിചയത്തിന് ശേഷം വിവാഹം കഴിച്ചവരായിരിക്കാം. എങ്കിൽ കൂടി ചില സമയത്ത് ചില കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്ന സുഹൃത്തുക്കളെ കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു രീതിയിലേക്ക് ആ ഒരു റിലേഷൻ ഉണ്ടാവാം. പക്ഷെ അത് നമ്മുടെ കുടുംബജീവിതത്തിന് അസുഖകരമായ രീതിയിൽ ഒരു തരത്തിലും ബാധിക്കാതെ നോക്കേണ്ടത് രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ്. അതങ്ങനെ ഒരു റിലേഷൻ ഉള്ളത് കൊണ്ടൊരു തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ മൂലം വേറെ ഒരാൾക്കും ഒരു കാരണവശാലും മാനസികമായിട്ടോ അല്ലെങ്കിൽ വേറെ സാമ്പത്തികപരമായിട്ടോ ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ, ഞാൻ മെയിൻ ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയെ തന്നെയാണ്, മറ്റാരുമല്ല. അപ്പോൾ ഒരു വിവാഹശേഷം ഒരാൾക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നുന്നത് അവനെ പങ്കാളിയിൽ നിന്നും അവർ ആഗ്രഹിച്ച രീതിയിൽ മാനസികവും ശാരീരികവുമായ സന്തോഷം ലഭിക്കാത്തത് കൊണ്ട് മാത്രമായിരിക്കുകയില്ല, ചില സാഹചര്യങ്ങളും അതിന് വഴിയൊരുക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ എപ്പോഴും ഒന്നും ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പങ്കാളികളെയും കുട്ടികളെയും സന്തോഷിപ്പിക്കാതെ നമ്മൾ മാത്രമായി സന്തോഷിക്കാൻ ശ്രമിച്ചാൽ ഒരു കാലത്തും ഒരു കാരണവശാലും നമുക്ക് സന്തോഷം ലഭിക്കുകയില്ല. മറ്റൊരാളെ വിഷമിപ്പിച്ച് നമ്മൾ സന്തോഷിച്ചാൽ ആ സന്തോഷത്തിന് എത്ര നാൾ ലൈഫ് ഉണ്ടാവും? അതേസമയം നമ്മൾ ആർക്കും ഒരു ദോഷവും ചെയ്യാതെ, ആരെയും ഒരു രീതിയിലും വേദനിപ്പിക്കാതെ നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഇപ്പം പുറത്തു പോയി ഒരുമിച്ചിരുന്നൊരു ഫുഡ് കഴിക്കാം, അതിലൊന്നും തെറ്റൊന്നുമില്ല ഇപ്പോൾ. പക്ഷെ അതെല്ലാം നമ്മളുടേതായ ഒരു കൺട്രോളിൽ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അതിര് വിട്ട് അല്ലെങ്കിൽ അത് വേറൊരു രീതിയിലേക്ക് വഴിതിരിച്ച് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഉലച്ചുകൊണ്ടുള്ള അങ്ങനെ രീതിയിലുള്ള മറ്റുള്ള ബന്ധങ്ങളൊന്നും പാടില്ല. തീർത്തും വേറെ ഒരാണിന് വേറൊരു സ്ത്രീയോട് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പാടില്ല എന്ന് ഞാൻ തീർത്തു പറയുന്നില്ല, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പം പല രീതിയിലുള്ള ബാഡ് കമൻസ് ഒക്കെ വരുമായിരിക്കും. ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാണ്. നല്ല രീതിയിലുള്ള എത്രയോ സുഹൃത്തുക്കളുണ്ട്, എത്രയോ പരസ്പരം നമ്മൾ ഫാമിലി മാറ്റേഴ്സൊക്കെ ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഷെയർ ചെയ്യാൻ നേരം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഹസ്ബൻഡിൻ്റെതായ ഇൻട്രസ്റ്റിൽ കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിരിക്കും, സംസാരിക്കും, അവരെ സന്തോഷം അവിടെ സ്പെൻഡ് ചെയ്യും. സ്ത്രീകൾ ചിലപ്പോൾ ഒരു പക്ഷെ അത് ഷെയർ ചെയ്യാനായിട്ട് അവർക്ക് സാഹചര്യം കിട്ടുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നല്ലൊരു സുഹൃത്ത് ഫേസ്ബുക്ക് വഴിയോ അല്ലാതെയോ പരിചയപ്പെടുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, അത് അങ്ങനെ നമ്മളെ മനസ്സിലാക്കി നമ്മളോട് എല്ലാം ഷെയർ ചെയ്യുകയും നമുക്ക് ഷെയർ ചെയ്യാനും പറ്റുന്ന രീതിയിൽ ഉള്ളൊരു ബന്ധം ചെയ്തുകൊണ്ട് പോകുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. നിങ്ങളുടെ അഭിപ്രായം പറയൂ. പക്ഷെ അത് വേറെ രീതിയിലാവരുത്. അത് ഞാൻ പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നത്. നമ്മളുടെ കുടുംബത്തിനെ ബാധിക്കുന്ന രീതിയിൽ ഒരു തരത്തിലും ഒരു റിലേഷനിൽ നമ്മൾ ചെന്ന് ചാടരുത്. നമ്മുടെ കുടുംബം എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക്, നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ കുട്ടികൾക്കുമുള്ള സുഖവും സന്തോഷവും കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വേറെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പാടുള്ളൂ. വേറെ ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുന്നതിലൊന്നും കുഴപ്പമുണ്ടെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. ഞാൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയുന്നു. പഴയ കാലത്തിലേക്കാണെങ്കിൽ അങ്ങനെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പഴയ കാലത്തിൽ വേറെ റിലേഷൻ പറ്റി ചിന്തിക്കുന്ന കാര്യം വരുന്നില്ല. കാരണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുപാട് സമയമുണ്ട് പരസ്പരം
സംസാരിക്കാനും ചെലവഴിക്കാനും മനസ്സിലാക്കാനും എല്ലാം. ഇന്നിപ്പോൾ അതിനൊന്നും സമയം കിട്ടുന്നില്ല. ഭാര്യ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഭർത്താവ് പോകും, ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യ പോകും. അപ്പോൾ പരസ്പരം കാണാനോ സംസാരിക്കാനോ അങ്ങനെയുള്ള സാഹചര്യം കിട്ടുന്നില്ല. അത് ആരുടെയും കുറ്റമല്ല, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കി അതേ രീതിയിൽ പോയാൽ ഒരു കുഴപ്പവുമില്ല. ഈ ഇത് അത് വേറെ ഒരുപാട് ശരിയല്ലാത്ത രീതിയിലേക്ക് വഴിതിരിഞ്ഞ് പോകുമ്പോഴാണ് ഡിവോഴ്സ് എന്നൊക്കെ ഉള്ളതിലേക്ക് വരുന്നത്. പക്ഷേ ഡിവോഴ്സിനെയൊന്നും കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പക്വതയോടുകൂടി പെരുമാറുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. എന്തൊക്കെയാണെങ്കിലും നമ്മൾ നമ്മുടെ കുടുംബവും കുട്ടികളും ഇട്ടിട്ട് അത് ഡിവോഴ്സ് ആയെന്ന് തന്നെ ഇരിക്കട്ടെ, പൂർണ്ണ സംതൃപ്തി ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അതിനോട് എനിക്ക് താല്പര്യമില്ല. ശരിക്കും നമ്മൾ നമ്മളുടേതായ